പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ ജനവാസ മേഖലകൾക്ക് കാട്ടാനകൾ നിത്യഭീഷണിയായി മാറുന്നു. ഓരോ ദിവസവും ആനശല്യം വർദ്ധിക്കുന്നതിന്റെ ആശങ്കയിലാണ് ജനങ്ങൾ. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് പൊതു ആവശ്യം. മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള ചാത്തമറ്റം പ്ലാന്റേഷനിൽ കുടിയേറിയിട്ടുള്ള ആനകളാണ് പൈങ്ങോട്ടൂർ പഞ്ചായത്തിന് ഭീഷണി ഉയർത്തുന്നത്. കവളങ്ങാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്കും ഈ ആനകൾ കടന്നു കയറുന്നുണ്ട്. മുള്ളരിങ്ങാട് വനത്തിൽ നിന്നുള്ള ഒരു പറ്റം ആനകൾ സമീപകാലത്താണ് ചാത്തമറ്റം പ്ലാന്റേഷനിലേക്ക് എത്തിയത്. മനുഷ്യർക്കും കൃഷിക്കുമെല്ലാം ആനകൾ ഭീഷണി ഉയർത്തിയതോടെ ഒരിക്കൽ ഇവയെ മുള്ളരിങ്ങാട് വനത്തിലേക്ക് തന്നെ തുരത്തിയതാണ്. എന്നാൽ പിന്നീടവ മടങ്ങിയെത്തി. മുള്ളരിങ്ങാട് വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചതോടെ ആനകൾക്ക് ഇനി തിരികെ പോകുന്നതും പ്രയാസമാകും. ചാത്തമറ്റം പ്ലാന്റേഷനിൽ വേണ്ടത്ര തീറ്റ ലഭ്യമല്ലാതായതോടെയാണ് ആനകൾ നാട്ടിലെ കൃഷിയിടങ്ങൾ തേടി ഇറങ്ങിയത്. എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ ജനവാസ മേഖലകളിൽ ആനശല്യമുണ്ടായിട്ടുണ്ടാകും. വാഴയും കപ്പയും പൈനാപ്പിളുമെല്ലാം ആനകൾക്ക് ഇരയാകും. കർഷകർക്കുണ്ടാകുന്നത് വൻ നഷ്ടമാണ്. റോഡുകളിലും ആനകളുടെ സാന്നിധ്യമുണ്ടാകാറുണ്ട്. വാഹനയാത്രികരും കാൽനടക്കാരും ഭയപ്പാടോടെയാണ് പലപ്പോഴും കടന്നു പോകുന്നത്. വീട്ടുമുറ്റത്തും ആനകളെത്തും. വീടിന് പുറത്തിറങ്ങുന്നത് പോലും അതീവ ശ്രദ്ധയോടെയാകണം. ആനശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് വിവിധ പ്രദേശങ്ങളിലുള്ളവർ ഒട്ടേറെ സമരങ്ങൾ നടത്തുകയും നിവേദനങ്ങൾ നൽകുകയും ചെയ്തു. പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പല്ലാതെ ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് മാത്രം. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും കൈമലർത്തുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. ചാത്തമറ്റം പ്ലാന്റേഷനിലെ ആനകളെ മയക്കുവെടിവെച്ച് പിടികൂടി മുള്ളരിങ്ങാട് വനത്തിലേക്ക് തിരികെ എത്തിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പ്രായോഗിക ബുദ്ധിമുട്ട് പറഞ്ഞ് വനം വകുപ്പ് ഈ നിർദ്ദേശത്തെ അനുകൂലിക്കാത്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. GTV ന്യൂസ്, പൈങ്ങോട്ടൂർ.